ഈ പരിപാടി പങ്കെടുക്കാൻ വന്നായിരിക്കും അല്ലേ? KSRTC ബസ് യാത്ര ചെയ്യാറുണ്ടോ? അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നി. കാരണം എന്താണ്, പഴയ കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെ എന്റെ വീട്ടിൽ 6 പെൺകുട്ടികളാണുള്ളത്. പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഫീസെല്ലാം കൊടുക്കണ്ടല്ലോ, പക്ഷെ ബസ്സിന് എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ ഈ തൊഴിൽ മേഖലയ്ക്ക് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും ലേഡീസിന്. അത് നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് സ്കൂളിൽ പോകണം, നിവൃത്തിയില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരുപാട് ബെനിഫിറ്റ് നേരത്തെ ചെയ്യേണ്ടായിരുന്നോ? 1957 ഇവിടെ ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രി ആയതാ. അന്ന് മുതലേ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എവിടെ നിന്ന് എല്ലാം എത്തുമായിരുന്നോ? എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കിപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ജോലിയായി. എല്ലാ ബസ്സുകളിലും വരണമെന്നുള്ള ആഗ്രഹം കൂടെ ഇല്ലേ? സാർ, അത് ആദ്യം തുടക്കം അങ്ങനെ മാട്ടെ. എന്നിട്ട് ഇപ്പൊ തന്നെ എത്ര 5125 അങ്ങനത്തെ കുറച്ച് ബസ്സല്ലേ ഉള്ളൂ. വരട്ടെ, ഗ്രാജുവലി വരട്ടെ. എന്റെ അഭിപ്രായമാണ് പറയണത്. ഈ പുരുഷന്മാരുടെ സംഘടന ഇന്ന് സമരം ചെയ്യണം, അവർക്കും സൗജന്യമായിട്ട് വേണം, അങ്ങനെ വേണോ? ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടി ഇത് അനുവദിക്കാൻ ഒരു കാര്യമാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകളെ കൂടുതൽ അറിയുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അപ്പോഴിത് അവർക്കൂടെ അനുവദിക്കേണ്ട ഒരു ആവശ്യമാണ്. ശക്തമായി പ്രതികരിക്കുക ചെയ്യണം. അവരുടെ സമരം ന്യായമുള്ളതാണ്. ന്യായമുള്ളതാണ്, തീർച്ചയായിട്ടും ന്യായമുള്ളതാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകൾ കൂടുതൽ അറിയുന്നവരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അവർക്കൂടെ അനുവദിക്കേണ്ടതല്ലേ ഇത്? തീർച്ചയായിട്ടും അവർക്ക് അനുവദിക്കേണ്ടതാണ്. ആവശ്യമുണ്ട്, സമരം ആവശ്യമാണ്. ആ സമരത്തിനും പിന്തുണയാണ് അനുശ്രീ. അതായത് സ്ത്രീകൾക്ക് മാത്രം നൽകാനുള്ളതല്ല, സ്ത്രീകൾക്ക് നൽകുന്നതിൽ എതിർപ്പുമില്ല. പക്ഷെ പുരുഷന്മാർക്ക് കൂടി അത്ര ആവശ്യമുണ്ട് കേട്ടോ. പുരുഷന്മാർക്ക് സൗജന്യം വേണം, എല്ലാവർക്കും സൗജന്യം വേണം, ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ച് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കഴിയുന്നത് നമ്മൾ VD സതീശൻ സാർ ചെയ്യും. അത് ഉറപ്പ് അദ്ദേഹത്തിൽ നിന്നും ജനങ്ങൾക്കുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ കേരളത്തിലെ സഖാവ്. ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് ആ പ്രതികരണം. അത്തരത്തിൽ സ്ത്രീകൾക്ക് നൽകുന്നതിനൊപ്പം പുരുഷന്മാർക്കും നൽകണമെന്ന ആവശ്യമുണ്ട്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തിരിച്ചറിയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ വലിയ തീരുമാനം. പുരുഷന്മാർക്ക് സൗജന്യ യാത്ര വേണോ? 60-500 ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങൾ പ്രായം ചെന്നൊരു ബിരുദ വഴി വെറുതെ പഠിക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്കും വേണ്ടേ? 60-500 നിർബന്ധമായിട്ടും വേണ്ടേ? സീനിയർ സിറ്റിസൺ വേണ്ടേ? 60-70 വയസ്സായവർക്ക് വേണ്ടേ? പിന്നെ എന്താ അവർക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുമോ? എന്തിനാ പോവോ? ഈ പെൻഷൻ കിട്ടിയാൽ ജീവിക്കുന്നത്. സീനിയർ സിറ്റിസണായ ആൾക്കാർക്ക് ടിക്കറ്റെങ്കിലും കൺസെഷൻ ചെയ്ത് തരേണ്ടിയിരുന്നു. അത് വേണമെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. ഫുൾ ടിക്കറ്റ് വേണ്ട, ഹാഫ് ടിക്കറ്റെങ്കിലും വെക്കുകയാണ് സീനിയർ ആൾക്കാർക്ക്. അത് ഗവൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. സീനിയർ സിറ്റിസൺസിന് ആ പരിഗണന വേണമെന്നുള്ളതാണ്. അതാണ് അതല്ല, ശരിക്കും അങ്ങനെ വേണോ അല്ലേ? സീനിയർ സിറ്റിസൺസിന് വേണം. 60 വയസ്സിന് കഴിഞ്ഞ് നമ്മളവർക്ക് വേറെ പണിയെടുക്കാനൊന്നും പോകാൻ പറ്റും, വരുമാനം ഇല്ലല്ലോ. അപ്പൊ ഈ പെൻഷൻ ഉദ്ദേശിച്ചാണ് ജീവിക്കുന്നത്. അത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസെഷൻ ടിക്കറ്റ് കിട്ടിയേ കൊള്ളായിരുന്നു. ഫുൾ വേണ്ട. ഈ വയോജന ക്ഷേമത്തിന് പുതിയ വകുപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ അതിന് ആവശ്യം അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് തന്നെ. അപ്പോഴേക്കും 6 മാസമെങ്കിലും ആവും അത് വരാനായിട്ട്. അത് വേണമെന്നുള്ളതാണ് നമ്മള് ഡിമാൻഡ്. അതാണ്, അത്രയും ആവശ്യമുള്ളവരുമുണ്ട് അനുശ്രീ. ആവശ്യം തന്നെയല്ലേ? പിന്നെ വലിയ ആവശ്യം. പ്രായം ചെന്നവർക്ക് സുഖമില്ലാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് മേടിക്കാനും പറ്റില്ല, ഒന്നിനും. ശരി, പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ തമ്പാനൂരിൽ അങ്ങനെ പൂർണ്ണമായിരിക്കുകയാണ്. VV അരുണാണ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.